സ്കന്ദമഹാപുരാണം ദക്ഷകാണ്ഡം. ദക്ഷ പ്രജാപതിയോടായിട്ടുള്ള ഉപദേശം തുടരുകയാണ്. എന്താണ് ശിവമഹാത്മ്യം? അപ്പോൾ അടുത്തതായി എങ്ങനെയാണ് ആ മഹാദേവൻ ഈ ഗജചർമ്മത്തെ ഉത്തരീയമായി സ്വീകരിച്ചത്? ശിവപുരാണത്തിലൊക്കെ പറയുന്നൊരു കഥയാണ് ഗജാസുരന്റെ ചരിത്രം. ഒരിക്കൽ അതിഘോരനായിട്ടുള്ള ഒരു അസുരൻ, ഗജാസുരൻ, തപസ് ചെയ്ത് ബ്രഹ്മാവിൽ നിന്ന് പല വരങ്ങളും നേടി, ദേവന്മാരാലൊന്നും എനിക്ക് മരണം സംഭവിക്കരുത്, അഥവാ മരണം സംഭവിക്കുന്നത് എങ്കിൽ അത് ശ്രീപരമേശ്വരിൽ നിന്ന് മാത്രമായിരിക്കണം. അങ്ങനെ പലതരത്തിലുള്ള വരങ്ങൾ നേടിയ ആ അസുരൻ ലോകത്തെ മുഴുവനും കീഴടക്കി ഭരിക്കാൻ ആരംഭിച്ചു. ദേവന്മാരോടൊക്കെ യുദ്ധം ചെയ്ത് അവരെയൊക്കെ പരാജയപ്പെടുത്തി, മഹർഷിമാരെയൊക്കെ, തപസ് ചെയ്യുന്നവരെയൊക്കെ ദ്രോഹിക്കാൻ ആരംഭിച്ചു. അപ്പം മഹർഷീശ്വരന്മാരൊക്കെ അവർക്ക് എവിടെയും തപസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. എല്ലാവരും ചേർന്ന് കാശിയിൽ, വാരാണസിയിലെത്തി. അവിടെ മണികർണിക ഘട്ടം, ആ മണികർണിക ഘട്ടത്തിൽ സ്നാനം ചെയ്ത് കാശി വിശ്വനാഥനെ ശരണം പ്രാപിച്ചു. അപ്പൊ ഇവരെ പിന്തുടർന്ന് ഗജാസുരനും അവിടെ എത്തി. ആ മഹർഷിമാരുടെ മുന്നിൽ, ആ കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് അതിഭയാനകമായ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് മഹർഷിമാരെ ആക്രമിക്കാൻ പുറപ്പെടുമ്പോഴാണ് ഭയപ്പെട്ടുകൊണ്ട് മഹർഷിമാരെല്ലാവരും ആ ഭഗവാന്റെ വിഗ്രഹത്തിനെ വലയം ചെയ്തുകൊണ്ട്, ഞങ്ങൾക്ക് വേറെ ആരും ആശ്രയമില്ല, അവിടുന്ന് മാത്രമാണ് ആശ്രയം എന്ന ഭാവേന ശരണം പ്രാപിച്ചു. ഈ അസുരൻ ഈ താപസന്മാരെ ആക്രമിക്കാൻ വരുന്നു എന്ന് കണ്ട് അവിടെ ഭഗവാൻ ആവിർഭവിച്ചതായ അനേകം കോടി സൂര്യപ്രഭയോടുകൂടിയിട്ട് ആവിർഭവിക്കുകയും അപ്പൊ തന്റെ മുന്നിൽ നിൽക്കുന്നത് സാക്ഷാൽ ശ്രീപരമേശ്വരനാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും ആ അസുരൻ അതിഘോരമായിട്ടുള്ള യുദ്ധം ചെയ്തു. ഒടുവിൽ ഭഗവാന്റെ പാദതാടനമേറ്റ് നിലംപതിച്ചു എന്നാണ്. അപ്പൊ ശരീരത്തിൽ നിന്നങ്ങനെ രക്തം വമിക്കാൻ തുടങ്ങി. അങ്ങനെ വീണുകിടക്കുന്ന ആ ഗജാസുരൻ അലറിക്കരയുമ്പോഴാണ് ഭഗവാൻ അവന്റെ ശരീരത്തിന്റെ പുറമേയുള്ള ആ ചർമ്മം, ഗജചർമ്മം, അതിനെ ഉരിഞ്ഞെടുത്തു എന്നാണ്. അത് കണ്ടു നിൽക്കാൻ കഴിവില്ലാത്തവര്, ഇത്രയും വലിയ ആ ഒരു അസുരരൂപിയുടെ ശരീരത്തിലെ ആ തോല് മുഴുവൻ ഇങ്ങനെ ഉരിഞ്ഞ് എടുക്കുന്നത് കണ്ടു നിൽക്കാനുള്ള കെൽപ്പില്ലാത്തവരൊക്കെ അവിടുന്ന് പലായനം ചെയ്തു. അങ്ങനെ അത് ധരിച്ചുകൊണ്ടാണ്, അന്നു മുതലാണ് കൃത്തിവാസസ് എന്ന പേര്, ഈ ഗജചർമ്മത്തെ ധരിച്ചതുകൊണ്ടാണ് കൃത്തിവാസസ് എന്നൊരു പേരുണ്ടായത് എന്ന് പറഞ്ഞു. അങ്ങനെ ഗജചർമാംബരനായിട്ട് ആ അസുരനെ നിഗ്രഹിച്ചു. അസുരന്റെ പ്രാർത്ഥന കേട്ടിട്ടാണ് തന്റെ തോലിനെ എന്നും അവിടുന്ന് ധരിച്ചാലും അങ്ങനെയെങ്കിലും എനിക്ക് മുക്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ മറ്റൊന്നും നന്മ ചെയ്തിട്ടില്ല എന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോഴാണ് ഒടുവിൽ അങ്ങനെ ഗജധർമ്മത്തെ ധരിച്ചുകൊണ്ട് എല്ലാവരുടെയും സ്തുതിയൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഭഗവാൻ അന്തർധാനം ചെയ്തത് എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നീട്
അമൃതമഥനത്തെ ചെയ്തതായ ആ ശിവമഹിമയെ കാണിക്കുന്നതായ അമൃതമഥന കഥയെ വളരെ ചുരുക്കിയിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുക. ബിഭർത്തി ദേവോദംഷ്ട്രാതാം ഇത്യുക്തം യസ്വയംപുര ബ്രവീമ്യേനാം കഥാം തുഭ്യം ശൃണു ദക്ഷാവധാനത. തതോ ദേവ മഹാദേവം ശരണ്യം ശരണം ഗതാ രക്ഷേത് ഏവാനിതാനിം ത്വം വിഷ്ണുനാഥം ദംശരൂപിണ. ഒരിക്കൽ ഈ ദേവന്മാർക്ക് വന്നു ചേർന്നതായ ഒരു ശാപത്തെ തീർക്കാൻ വേണ്ടിയിട്ട് അപ്പൊ പാലാഴിമഥനം എന്ന കഥയെ വളരെ സംഗ്രഹിച്ച് പറഞ്ഞു പോയിക്കൊണ്ടാണ് ദേവന്മാര് അസുരന്മാരോട് ചേർന്നുകൊണ്ട് പാലാഴിമഥനം ആരംഭിക്കുന്നു. അങ്ങനെ പാലാഴിമഥന സമയത്ത് ആ പലാഴിയിൽ നിന്നും ഉത്ഭവിച്ചതായ പലതും ഇന്ദ്രാദി ദേവന്മാർക്ക് നഷ്ടപ്പെട്ടതായ പലതും തിരികെ ലഭിക്കുന്നുണ്ട്. പക്ഷെ ആ സമയത്തുണ്ടായ മറ്റൊരു വലിയ ആപത്താണ് ഈ മഥനം ചെയ്യവേ മന്ദരത്തെയാണ് കടകോലാക്കിയത് എന്ന് പറഞ്ഞു. മഹാദേവന്റെ തന്നെ കയ്യിലെ മോതിരം പോലെ അത്ര ചെറുതായിട്ടിരിക്കുന്ന ഒരു സർപ്പമാണ് വാസുകി. വാസുകിയെയാണ്, സർപ്പരാജനായിട്ടുള്ള വാസുകിയെയാണ് ഇവിടെ ഈ മന്ദരത്തെ ചുറ്റാൻ കയറിന് പകരമായിട്ട് ഉപയോഗിച്ചത്. അപ്പൊ ഈ വാസുകിയുടെ ശരീരം ഈ ഭ്രമണം ചെയ്യുന്ന സമയത്ത്, മഥനം നടക്കുന്ന സമയത്ത് ആ വാസുകിയുടെ ഉച്ഛ്വാസ നിശ്വാസത്തിൽ നിന്ന്, വാസുകിയുടെ മുഖത്തു നിന്നും വിഷം സമുദ്രത്തിൽ പതിച്ചു എന്നാണ്. വളരെ അധികം ശക്തി ഉള്ളതായ വിഷം. അപ്പൊ ഈ വിഷം വമിക്കാൻ തുടങ്ങിയതോടുകൂടി എല്ലാവരും ഭയപ്പെട്ടു. അതിന്റെ തീക്ഷ്ണത എല്ലാവരെയും ബാധിക്കാൻ തുടങ്ങി. എല്ലാവരും മന്ദീഭവിക്കുകയാണ് എന്നാണ്. നമ്മുടെ ഉള്ളിൽ വിഷം ചെന്നാൽ എന്താണോ സംഭവിക്കുക അത് തന്നെയാണ് എല്ലാവർക്കും സംഭവിക്കുന്നത്. അതിശക്തമായിട്ടുള്ള വിഷത്തിന്റെ പ്രഭാവം കൊണ്ട് മന്ദീഭവിച്ചു എല്ലാവരും എന്നാണ്. ഒന്നും ചെയ്യാൻ കഴിയാത്തവരായി മാറി എന്നാണ്. വായുവിന് ചലിക്കാൻ കഴിയുന്നില്ല, അഗ്നിക്ക് ജ്വലിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ എല്ലാവരും ദഗ്ധരായിക്കൊണ്ട് അവരുടെയൊക്കെ സങ്കടം കണ്ടിട്ടാണ് വിഷാഗ്നിദഗ്ധ സർവേപി ഹാഹേതി സുമഹാരവ അരക്ഷ്യമാണാ സർവേതേ ശരണം ശരണം ശിവം മത്വാ കൈലാസമജലം സർവം ദുഃഖനിവാരകം പ്രണമ്യ തസ്മൈ വൃത്താന്തം ഉജുസർവേരി ദുഃഖിത കൃപയാ തേഷു ശൈലാദിശ്രുത്വാ സർവേ സുരാനിമാൻ. എല്ലാവരും ചേർന്നു കൈലാസനാഥനെ ശരണം പ്രാപിച്ചു. ഏതെങ്കിലും ഒരു ഉപായത്തിൽ ഈ വിഷത്തിന്റെ പ്രഭാവത്തെ ഇല്ലാതെയാക്കിയാൽ മാത്രമേ നിവൃത്തിയുള്ളൂ. മറ്റാർക്കും അതിന് ശക്തിയില്ല. എല്ലാവരുടെയും സങ്കടം കണ്ടിട്ടാണ് പ്രളയാഗ്നിക്ക് സമാനമായിട്ടുള്ള ആ ഹലാഹല വിഷം, കാളകൂട വിഷം, അതിൽ നിന്ന് രക്ഷ തന്നാലും എന്ന് പ്രാർത്ഥിക്കവെയാണ് എല്ലാവരുടെയും സ്തുതിയെ ഏറ്റുവാങ്ങിക്കൊണ്ട് രക്ഷിതും സർവലോകാംസ്ത്വം സർവജ്ഞാത്ര വിരാജസേ അനന്യശരണാൻ ദേവാൻ ഭവവിശ്വാഹിക പ്രഭോ രക്ഷരക്ഷ കൃപാസി കൃപാംബോധേ മാ വിളംബിതും അർഹസി. ഒട്ടും അമാന്തിക്കരുത്. എല്ലാവരും ആ വിഷത്തിന്റെ തീവ്രത കൊണ്ട് വല്ലാതെ തളർന്നു പോയിരിക്കുകയാണ്. ഇനിയും താമസിച്ചാൽ ഈ ലോകം തന്നെ വിഷാഗ്നി കൊണ്ട് ഭസ്മമായി തീരും എന്നൊക്കെ അവർ സങ്കടമുണർത്തിക്കുന്നതായ സമയത്ത് ഭഗവാൻ അവരെ ആശ്വസിപ്പിച്ചു.